ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോക്സ് തിയറം എന്നുള്ളതാണ്. സ്റ്റോക്സ് തിയറം. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി നമ്മളിപ്പം ഓൾറെഡി ഗ്രീൻസ് തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡൈവേർജൻസ് തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് നെയിംഡ് ആയിട്ടുള്ള ഒരു തിയറാണ് സ്റ്റോക്സ് തിയറം. ഇത് ലൈൻ ഇന്റഗ്രലും നമ്മുടെ സർഫസ് ഇന്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. ഓക്കെ, ഗ്രീൻസ് തിയർ ആണെങ്കിൽ ലൈൻ ഇന്റഗ്രലും ഡബിൾ ഇന്റഗ്രലും കണക്ട് ചെയ്യുന്നതായിരുന്നു. ഡൈവേർജൻസ് തിയർ ആണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ അല്ലെങ്കിൽ ഫ്ലക്സ് ഇന്റഗ്രലും അതുപോലെ ട്രിപ്പിൾ ഇന്റഗ്രലും കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ആയിരുന്നു. സ്റ്റോക്സ് തിയറം പറയുന്നത് ലൈൻ ഇന്റഗ്രലും അതുപോലെ ഫ്ലക്സ് ഇന്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു തിയറം പറയുന്നത്, സപ്പോസ് ദർ ഈസ് എ സർഫസ് സിഗ്മ, ഒരു സർഫസ് ഉണ്ട് സിഗ്മ, ആൻഡ് സി എന്ന് പറയുന്ന കർവ്, സി ഈസ് ദ ക്ലോസ്ഡ് കർവ് വിച്ച് ഈസ് ദ ബൗണ്ടറി ഓഫ് സിഗ്മ. സിഗ്മയുടെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു ക്ലോസ്ഡ് കർവാണ്. ഒരു സർഫസിന്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു കർവാണ് സിഗ്മയുടെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു കർവാണ് സി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ്, നമുക്ക് എഫ് ഒരു വെക്ടർ ഫീൽഡ് ആണ്, എഫ് ബി എ വെക്ടർ ഫീൽഡ്. സോ തന്നിട്ടുള്ളത് ഒരു സിഗ്മ തന്നിട്ടുണ്ട്, സിഗ്മയുടെ ഒരു ബൗണ്ടറിയാണ് സി, അതുപോലെ എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ടി ഡി എസ്, എഫ് ഡോട്ട് ടി ഡി എസ് എന്നുള്ള ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് വി ക്യാൻ യൂസ് ഫ്ലക്സ് ഇന്റഗ്രൽ. എങ്ങനെയുള്ള ഫ്ലക്സ് ഇന്റഗ്രൽ? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ, എഫിന്റെ ഫ്ലക്സ് ഇന്റഗ്രൽ അല്ല, കേൾ എഫിന്റെ, കേൾ ഓഫ് എഫിന്റെ ഫ്ലക്സ് ഇന്റഗ്രൽ ഡോട്ട് എൻ ഡി എസ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദിസ് line integral, it is enough to find this flux integral. So that's a result connecting line integral and flux integral. Okay, ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ എഫ് ഡോട്ട് ടി ഡി എസ് നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ല. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വലന്റ് ടു ദ വർക്ക് ഡൺ. വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാറ്? വർക്ക് ഡൺ ഈസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, നമ്മുടെ ലൈൻ ഇന്റഗ്രൽ ഓഫ് വെക്ടർ ഫീൽഡ് ഉണ്ടല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഈ ഒരു രീതിയിലും ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. അതായത് ലൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സർഫസ് ഓർ ഫ്ലക്സ് ഇന്റഗ്രൽ ഓഫ് കേൾ ഓഫ്. ഓക്കെ, എന്നുള്ള രീതിയിലാണ് ഡൈവേർജൻസ് സ്റ്റോക്സ് തിയറം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. അതിനു മുമ്പ് ഇപ്പോൾ നമുക്കൊരു സർഫസ്, ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പരാബോളോയിഡ് ഈ ടൈപ്പിൽ. അപ്പോൾ നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് ഈ ഒരു സർഫസ് ആണ് സിഗ്മ. എന്നാൽ ഇവിടെ നമുക്ക് അതിന്റെ ഒരു ബൗണ്ടറി ആയിട്ട് ഒരു ക്ലോസ്ഡ് കർവ് കിട്ടുന്നുണ്ട് അല്ലെ, എക്സ് വൈ പ്ലെയിനിലെ ഒരു സർക്കിൾ കിട്ടും. ഓക്കെ, അത് നമുക്ക് അതിന്റെ സി ആയിട്ടുണ്ട്. സോ സിഗ്മയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി നമുക്ക് അതിന്റെ ബൗണ്ടറി ആയിട്ട് കിട്ടും. ഇതുപോലെ ഇതേ സെയിം സി, ആ സി നമുക്കൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കർവാണ്, ക്ലോസ്ഡ് കർവാണ് സി ആയിട്ട് വരിക, ഈ സിഗ്മയുടെ കറസ്പോണ്ടിങ് ആയിട്ട്. ഇനിയിപ്പോ ഇതേ സെയിം സി എന്നുള്ള കർവ് തന്നിട്ടുണ്ട്. ഈ കർവ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസിന് എക്സാമ്പിൾ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ കർവ് ബൗണ്ടറി ആയിട്ട് വരുന്ന മറ്റു സർഫസുകളും പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ് വൈ പ്ലെയിനിലെ ഒരു പ്ലെയിൻ ഇറ്റ് സെൽഫ്, ഈ പ്ലെയിൻ എക്സ് വൈ പ്ലെയിനിലെ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള സർഫസ്, സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ, ആ പ്ലെയിൻ ഇറ്റ് സെൽഫ് ഈസ് എ സർഫസ്. എന്നിട്ട് അതിന്റെ ബൗണ്ടറി ഈ സർക്കിളിന്റെ അകത്തുള്ള പ്ലെയിൻ പോർഷൻ മാത്രം എടുത്താൽ ഈ സർക്കിൾ വിൽ ബി എ ബൗണ്ടറി ഓഫ് ദാറ്റ് സർഫസ്. സോ
സി എന്നുള്ള ഈ ഒരു സർക്കിൾ ബൗണ്ടറി ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ സർഫസസ് പോസിബിൾ ആണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് z ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിൻ സർഫസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് സി തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ അതിന്റെ സർഫസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു യുണീക്ക് സർഫസ് ആവണമെന്നില്ല, മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് സിഗ്മ എടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സർഫസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലുള്ള പ്ലെയിൻ സർഫസസ് ആയിരിക്കും. ഓക്കെ, നമുക്കത് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വെരിഫൈ സ്റ്റോക്സ് തിയറം for the vector field f of xyz is equal to 2zi plus 3xj plus 5yk, taking sigma to be the portion of the paraboloid z equal to 4 minus x square minus y square, for which z greater than or equal to 0 with upward orientation. നമ്മുടെ ഈ റിസൾട്ട് ഒക്കെ പറയുന്നത് അപ്വാർഡ് ഓറിയന്റേഷനിലാണ്. ഡൗൺവാർഡ് ഓറിയന്റേഷനിലാണെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ അധികം വരും. ഓക്കെ, ആൻഡ് സി ടു ബി ക്യാപിറ്റൽ സി ടു ബി ദ പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ x square plus y square equal to 4. That forms the boundary of sigma. That forms the boundary of നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്മ ഇൻ xy. ഓക്കെ, സോ ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. സിഗ്മ എന്താണെന്ന് പറഞ്ഞിട്ട്, സിഗ്മ ഈസ് ദ പോർഷൻ ഓഫ് ദ പരാബോളോയിഡ് ഫോർ വിച്ച് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ സിഗ്മയും തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണലി സി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഈസ് ദ സർക്കിൾ ഇൻ ദ xy പ്ലെയിൻ വിച്ച് ഈസ് ദ ബൗണ്ടറി ഓഫ് സിഗ്മ. സി എന്ന് പറയുന്നത് സർക്കിൾ ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈസ് ടു വെരിഫൈ സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ, വെരിഫൈ ചെയ്യാൻ. സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷന്റെ രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസും കണ്ടെത്തിയിട്ട് ദേ ആർ ഈക്വൽ എന്ന് കാണിക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ എന്തായിരുന്നു, നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഒരു സൈഡിൽ ഇത് കണ്ടെത്തണം. അതുപോലെ സർഫസ് ഇന്റഗ്രൽ ഓഫ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ഇത് രണ്ടും കണ്ടെത്തണം. എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. ഇപ്പോൾ ലൈൻ ഇന്റഗ്രൽ കണ്ടെത്താൻ നമുക്ക് ഏറ്റവും ആദ്യം പഠിച്ചിരുന്ന ബേസിക് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തുക. സർഫസ് ഇന്റഗ്രൽ കണ്ടെത്താനും നമ്മൾ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തുക. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കുക. അപ്പൊ ലൈൻ ഇന്റഗ്രൽ കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ലൈൻ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇതാണ് ഫോർമുല. അപ്പൊ എന്താണ് ഇവിടെ ആറ്? സി എന്ന് പറയുന്ന കർവ്, സി എന്ന് പറയുന്നത് സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അങ്ങനെയെങ്കിൽ
അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ വരിക? റേഡിയസ് 4 ആയിട്ടുള്ള സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ വരിക എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു റേഡിയസ് 2 ആണ്, 2 സ്ക്വയർ അല്ലേ 4. അപ്പൊ എക്സ് ഈക്വൽ ടു 2 cos t, y ഈക്വൽ ടു 2 sin t. ഫുൾ സർക്കിൾ ഉള്ളതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ വരിക. അല്ലെങ്കിൽ r ഓഫ് ടി ഈക്വൽ ടു 2 cos t i പ്ലസ് 2 sin t j എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ r ഓഫ് ടി കിട്ടി 2 cos t i പ്ലസ് 2 sin t j. അപ്പോൾ നമുക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. r ഡാഷ് ഓഫ് ടി വേണം. r ഡാഷ് ഓഫ് ടി എന്താ വരിക? കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. ഓക്കെ, r ഡാഷ് ഓഫ് ടി കിട്ടി. എഫ് ഓഫ് r ഓഫ് ടി എന്താ വരിക? എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2zi 3xj 5yk. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി, വൈയുടെ സ്ഥാനത്ത് y ഓഫ് ടി, സെഡിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഇവിടെ ആക്ച്വലി z ഓഫ് ടി 0 ആയിരിക്കും. കാരണം എന്താ? എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ z ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ 0k എന്നുള്ളതും കൂടെ കൊടുക്കാം, പ്ലസ് 0k. ഓക്കെ, അപ്പൊ എഫ് ഓഫ് ആർ ഓഫ് ടിയില് 2zi എന്നുള്ളത് എന്ത് വരും? 2 into 0i പ്ലസ് 3xj, 3 into 2 cos t, 2 cos t j. ഓക്കെ, 2 cos t j പ്ലസ് എന്ത് വരും? 5 into 2 sin t k. Okay, which is equal to 0i plus 6 cos t j plus 10 sin t k. അപ്പം എഫ് ഓഫ് ആർ ഓഫ് ടിയും കിട്ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി. അതെന്താ വരുന്നത്? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ആർ ഡാഷ് ഓഫ് ടിയും എഫ് ഓഫ് ആർ ഓഫ് ടിയും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0i ഡോട്ട് പ്രൊഡക്റ്റ് ഐ ജെ കെ ഒന്നും ഉണ്ടാവില്ല, സ്കെയിലാർ ക്വാണ്ടിറ്റി. 0 പ്ലസ് 6 cos t പ്ലസ് 2 sin t, 12 cos square t. Then 0 into this എന്ത് വരും? 0 വരും. സോ ഓവറോൾ ഇറ്റ് ഈസ് 12 cos square t എന്ന്. ഓക്കെ, അങ്ങനെ 12 cos square t എന്ന് കിട്ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ 0 to 2π 12 cos square t dt is equal to 12 into 1 plus cos 2t whole divided by 2. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇന്റഗ്രൽ 0 to 2π dt ഈക്വൽ ടു ഫൈനൽ ആൻസർ ആയിട്ട് യു വിൽ ഗെറ്റ് 12π. അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ആയിരുന്നു. അത് ലൈൻ ഇന്റഗ്രൽ ചെയ്യുന്ന അതേ മെത്തേഡ് ഉപയോഗിച്ചു. എന്നിട്ട് ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ചപ്പോൾ 12π എന്ന് ആൻസർ കിട്ടി. ഇതുപോലെ റൈറ്റ് സൈഡിൽ ഉള്ളത് ഒരു സർഫസ് ഇന്റഗ്രൽ ആണ്. ആ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് കേൾ ഓഫ് ആദ്യം കാണും. കേൾ ഓഫ് എഫ് എന്താ വരിക? കേൾ കണ്ടുപിടിക്കാനായിട്ട് ഡെൽ ക്രോസ് എഫ് ആണ് കേള്. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ്. എഫ് എന്തായിരുന്നു? 2z 3x 5y, 2z 3x 5y ഈക്വൽ ടു ഐ ഇൻറ്റു എന്താ വരിക? ഐ ഇൻറ്റു നമ്മൾ ഈ റോയും ഈ കോളം ഒഴിവാക്കിയാൽ ഐ ഇൻറ്റു എന്ത് വരും? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് 5y വിത്ത് റെസ്പെക്ട് ടു y. 5 മൈനസ് 0 എന്ന് വരും അല്ലേ? ഐ ഇൻറ്റു 5 മൈനസ് ജെ ഇൻറ്റു എന്താ വരിക?
സെക്കൻഡ് റോയും സെക്കൻഡ് കോളും ഒഴിവാക്കിയാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് 5 0, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2z 2 പ്ലസ് k ഇൻറ്റു ഇത് വരും 3 മൈനസ് 0. സോ കേൾ ഓഫ് വരിക 5i പ്ലസ് 2j പ്ലസ് 3k. ഇതാണ് കേൾ ഓഫ് വരിക. ഇനി ഈ കേൾ എഫിനെയാണ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ ചെയ്യേണ്ടത്. സർഫസ് ഇന്റഗ്രൽ ചെയ്യാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് എന്തായിരുന്നു? അതുപോലെ ഇവിടെ വേണ്ടത് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്നുള്ള രീതിയിലാണ് വരിക. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്തുവരും? ഇവിടെ സർഫസ് എന്താണ്? സർഫസ് എന്താ വരുന്നത്? നമ്മള് മുമ്പ് ചെയ്തിട്ടുള്ളതാണിത്. കേൾ ഓഫ് ഡോട്ട് ഡോ ഇസഡ് ബൈ ഡോ ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ ഡി എ. ഓക്കെ, അപ്പം ആദ്യം സെഡ് ഈക്വൽ ടു എന്തായിരുന്നു? സർഫസ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സർഫസ് സെഡ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ. 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് 2x വരും. മൈനസ് 2x ഇംപ്ലൈസ് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x വരും. ഡോ ഇസഡ് ബൈ മൈനസ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 2y വരും. സോ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ എന്ന് പറയുന്ന വെക്ടർ എന്താ വരിക? 2x പ്ലസ് 2y പ്ലസ് 2xi പ്ലസ് 2yj പ്ലസ് 1k. ഇതാണ് ആ വെക്ടർ വരിക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ കേൾ ഓഫ് ഡോട്ട് ദിസ്. കേൾ ഓഫ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് കേൾ ഓഫ്. ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെക്ടർ. അവ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും അതും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക? ഓക്കെ, 5 into 2x 10x. 5 into 2x 10x വരും. പ്ലസ് 4y പ്ലസ് 3 dA. ഓക്കെ, ഇതാണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ റീജിയൻ എന്താണ്? സർഫസ് എന്ന് പറയുന്നത് ഒരു പരാബോളോയിഡ് ആണ്. z ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള രീതിയിലുള്ള ഒരു പരാബോളോയിഡ് ആണ്. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻ ഒരു സർക്കിൾ വരും. ഏതായിരിക്കും ആ സർക്കിൾ? z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, z ഈക്വൽ ടു 0 ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അതായത് റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ. റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് വരിക. ഓക്കെ, റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് വരിക. അപ്പൊ അതിന്റെ ലിമിറ്റ്സ് കൊടുക്കുക. ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് ആയിട്ട് കൊടുക്കാം. ആർ എവിടുന്ന് എങ്ങോട്ടാ വേരി ചെയ്യുന്നത്? തീറ്റ എവിടുന്ന് എങ്ങോട്ടാ വേരി ചെയ്യുന്നത്? ആറ് 0 to 2, തീറ്റ 0 to 2π വരും. ഓക്കെ ആണല്ലോ? എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 2 10x. 10xന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 10 into r cos theta പ്ലസ് 4y 4 into r sin theta പ്ലസ് 3 r dr d theta. ഓക്കെ, ഇന്റഗ്രൽ 0 to 2π വിത്ത് റെസ്പെക്ട് ടു r ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 10r cos theta r സ്ക്വയർ 10r സ്ക്വയറിന്റെ ഇന്റഗ്രല് 10r cube by 3
cos theta plus 4r square, 4r cube by 3 sin theta plus 3r ന്റെ ഇന്റഗ്രൽ 3r square by 2, r equal to 0 to 2. Okay, a limit apply ചെയ്യുമ്പോൾ you will get integral 0 to 2 pi 80 by 3 cos theta plus 32 by 3 sin theta plus 6 d theta. Okay, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ് 80 by 3 sin theta plus 32 by 3 into minus cos theta plus 6 theta 0 to 2 pi equal to 12 pi. Okay, so that's the answer. Hence verified. എന്താണ് നമുക്ക് ലെഫ്റ്റിലും LHS equal to RHS എന്ന് കിട്ടിയിട്ടുണ്ട്. Therefore സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്തു. ഓക്കെ, വെരിഫിക്കേഷൻ വരുന്ന പ്രോബ്ലംസ് കുറച്ച് ലെങ്തി ആണ്, പക്ഷെ എല്ലാപ്പോഴും വെരിഫിക്കേഷൻ പ്രോബ്ലംസ് അല്ല വരിക, അല്ലാത്ത പ്രോബ്ലംസും വരാം. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വെരിഫിക്കേഷൻ പ്രോബ്ലംസ് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നിങ്ങളുടെ എക്സാമിന് 4 മാർക്ക് ആൻഡ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അതാണ് സാധ്യത. വെരിഫിക്കേഷൻ വരാതിരിക്കാം, പക്ഷെ ചിലപ്പം 4 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ക്ലബ് ചെയ്തിട്ട് 9 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വലിയ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വെരിഫിക്കേഷന്റെ 9 മാർക്ക് ക്വസ്റ്റ്യനും പോസിബിൾ ആണ്. സോ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ സ്റ്റോക്സ് തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. യൂസ് സ്റ്റോക്സ് തിയറം to evaluate integral over C f dot dr. ചിലപ്പോൾ വർക്ക് ഡൺ എന്നുള്ള രീതിയിലും ചോദിക്കാം. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ദ വർക്ക് ഡൺ എന്ന് ചോദിക്കാം. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നെയാണിത്. വേർ f is equal to f of xyz is equal to z square I plus 3xj minus y cube k. C is the circle. C is the circle. X square plus y square equal to 1 in the xy plane. In the xy plane with the counterclockwise orientation. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നോ പോസിറ്റീവ് ഓറിയന്റേഷൻ കൊടുത്താലൊക്കെ സെയിം ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ. ലുക്കിംഗ് ഡൗൺ ദ പോസിറ്റീവ് z ആക്സിസ്. z ആക്സിസിൽ നിന്ന് നോക്കുന്ന സമയത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ ആയിട്ടാണ് കാണാൻ കഴിയുക. അതായത് നമ്മുടെ പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ. നെഗറ്റീവ് ഓറിയന്റേഷൻ ആണെങ്കിൽ ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് ചേർത്താലേ കറക്റ്റ് ആൻസർ ആവുള്ളൂ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യു വാണ്ട് ടു യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ദിസ് വർക്ക് ഡൺ ഓർ ലൈൻ ഇന്റഗ്രൽ. അവിടെ വേണ്ട കാര്യങ്ങൾ വെക്ടർ ഫീൽഡ് എഫും തന്നിട്ടുണ്ട്. സി എന്താണ്? സി എന്നുള്ളത് C is the circle x square plus y square equal to 1 എന്നുള്ള സർക്കിൾ ആണ് ഇൻ എക്സ് വൈ. അല്ലെ, അപ്പോൾ സ്റ്റോക്സ് തിയറം ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇവിടെ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ സംശയം. കറക്റ്റ് ആണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാനുള്ള സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചിട്ടുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് തിയറം ഉപയോഗിക്കാന്ന് വെച്ചാൽ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം, ഈ റൈറ്റ് സൈഡ് ഉപയോഗിച്ച്.
അപ്പം സി ആണ് നമുക്ക് തന്നതെങ്കിലും സിഗ്മ എന്താണെന്ന് കണ്ടെത്തണം. സി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സിഗ്മ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ കേൾ എഫ് കണ്ടുപിടിക്കണം. പിന്നെ കേൾ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ, സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ, അതായത് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ എന്നുള്ള എൻ ഉണ്ടല്ലോ, അതും കണ്ടെത്തുക. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ആദ്യം നമുക്ക് സിഗ്മ കണ്ടെത്താം. അതായത് നമ്മുടെ തന്നിട്ടുള്ളത് സി എന്നുള്ള സർക്കിളാണ്. സർക്കിൾ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് റേഡിയസ് 1 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. അപ്പൊ ഇത് ബൗണ്ടറി ആയിട്ട് വരുന്ന, ഈ സർക്കിള് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസ് നമുക്ക് ചൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏത് സർഫസ് ആണെങ്കിലും ഈ റിസൾട്ട് ട്രൂ ആവും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള സർഫസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സെഡ് ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിൻ, സെഡ് ഈക്വൽ ടു 0 വിത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള സർക്കിളിന്റെ അകത്ത് വരുന്ന പ്ലെയിൻ സർഫസ്, നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള എടുത്താൽ അതൊരു സർഫസ് തന്നെയാണല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സർഫസ്. അപ്പൊ സർഫസിന്റെ ഇക്വേഷൻ ഇവിടെ കിട്ടുന്നത് സെഡ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സിഗ്മ ചൂസ് ചെയ്തു. സിഗ്മ ഈസ് സെഡ് ഈക്വൽ ടു 0 വിത്ത് ദ ബൗണ്ടറി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെ സർഫസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് എൻ. എൻ എന്തായിരുന്നു? മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. അതായത് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ എന്ന് പറയുന്നത് എന്താ വരിക? ഡെറിവേറ്റീവ് സെഡ് ഈക്വൽ ടു 0 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്താ വരിക? 0i പ്ലസ് 0j പ്ലസ് 1k ഈക്വൽ ടു കെ എന്ന് മാത്രമുള്ളതായിരിക്കും എന്ത് വരിക? എൻ വരും. ഇനി വേണ്ടത് കേൾ ഓഫ് എഫ്. കേൾ ഓഫ് എഫ് എന്താണ്? ഫോർമുല ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഏതാണ് എഫ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സെഡ് സ്ക്വയർ ഐ 3xj മൈനസ് വൈ ക്യൂബ്. അപ്പോൾ സെഡ് സ്ക്വയർ 3x മൈനസ് വൈ ക്യൂബ്. ഈ കേൾ എഫ് കണ്ടെത്തുക. കേൾ എഫ് എന്താ വരുന്നത്? ഐ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു വൈ മൈനസ് 3y സ്ക്വയർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 3x വിത്ത് റെസ്പെക്ട് ടു z 0 ആണ്. മൈനസ് ജെ ഇൻറ്റു എന്ത് വരും? ഈ റോയും ഈ കോളവും സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ക്യാൻസൽ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് വൈ ക്യൂബ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് z സ്ക്വയർ 2z പ്ലസ് കെ ഇൻറ്റു എന്താ വരിക? ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x 3 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് z സ്ക്വയർ 0 is equal to minus 3y square I minus plus ആവും 2zj plus 3k. അപ്പൊ കേൾ എഫ് കിട്ടിയിട്ടുണ്ട്. കേൾ എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഇന്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. കേൾ എഫ് എന്താ വരുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഏതൊക്കെ തമ്മിലാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടത്? ഈ കേൾ എഫും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എന്നും തമ്മിൽ. അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 ആണ്. 0 ഇൻറ്റു മൈനസ് 3y സ്ക്വയർ 0 പ്ലസ് 0 ഇൻറ്റു 2z 0 പ്ലസ് 1 ഇൻറ്റു 3 dA. അപ്പോൾ ദിസ് ഇസ് സെയിം ആസ് 3 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 dA. എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 dA? ഏരിയ.
3 ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് സർക്കിൾ. നമുക്ക് അതിന്റെ ഇടയിലുള്ള ഈ റീജിയൻ എന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ ഏരിയ, റീജിയൻ, അതിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. 3 ഇൻറ്റു ഏരിയ ഈക്വൽ ടു 3 ഇൻറ്റു പൈ ഇൻറ്റു 1 സ്ക്വയർ, 3 പൈ. Okay, so this is the line integral or work done found using Stokes theorem. Stokes theorem ഉപയോഗിച്ച് കണ്ടെത്തിയ ലൈൻ ഇന്റഗ്രൽ ഇതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പോർഷൻസ് ഫിനിഷ് ആയിട്ടുണ്ട്. 4th മൊഡ്യൂളിൽ ഇത്രയും പോർഷൻസ് ആണുള്ളത്. എക്സാമിനെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. എല്ലാ പോർഷൻസും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസേ ഉള്ളൂ. അപ്പൊ എല്ലാ സെക്ഷൻസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രോബ്ലംസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഹോംവർക്ക് ആയിട്ട് 15.8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, 7 ആൻഡ് 1 ഇതൊന്നും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നന്നായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക, സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക, എഴുതി പഠിക്കുക. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക, വാട്സാപ്പിലായിട്ടോ കോൾ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാതെയുള്ള AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്താൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡും ഡിസ്കസ് ചെയ്ത് കിട്ടും. ശരിയാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കുക. ഓക്കെ, താങ്ക് യു.